റോഡ് സേഫ്റ്റി വിദഗ്ധൻ ഉപേന്ദ്രൻ നാരായണൻ കൂടി നമുക്കൊപ്പം ചേരുകയാണ്. ശ്രീ ഉപേന്ദ്രൻ നാരായണൻ, നമ്മളെപ്പോഴും അപകടങ്ങൾ ഉണ്ടാകുമ്പോൾ, വലിയ വലിയ അപകടങ്ങൾ ഉണ്ടാകുമ്പോൾ ചർച്ചകൾ നടത്തും. പക്ഷേ എല്ലാം പതിവ് പോലെ പിന്നെയും നടന്നുകൊണ്ടിരിക്കുകയാണ്. ദിവസവും എത്രയെത്ര ജീവനുകൾ. പക്ഷേ ഇത് കേരളത്തിനെ ആകെ ഉലയ്ക്കുന്ന മറ്റൊരു അപകടമായി മാറിയിരിക്കുകയാണ്. നമ്മുടെ യുവാക്കൾക്കിടയിൽ അവരുടെ ജീവൻ അപഹരിക്കുന്ന പ്രധാനപ്പെട്ട ഒരു കാര്യമായി തന്നെ റോഡ് അപകടങ്ങൾ മാറിയിരിക്കുകയാണ്. ഇവിടെ കൃത്യമായ പരിശീലനം ആ കുട്ടിക്കില്ല. പരിശീലനത്തിലെ കുറവ് ഈ അപകടത്തിലേക്ക് നയിച്ച പ്രധാനപ്പെട്ട ഒരു കാരണമാണ്. ഒരു സാധാരണ വാഹനവുമല്ല, വലിയ ഒരു വാഹനമാണ്, അതിനുള്ള വൈദഗ്ധ്യമില്ല. അതിനപ്പുറം ആ വാഹനത്തിന് കഴിയുന്നതിനേക്കാൾ കൂടുതൽ ആളുകളെ ഉൾക്കൊള്ളിച്ചുകൊണ്ടാണ് ആ വാഹനം നിരത്തിലൂടെ പോകുന്നത്. അപ്പോൾ ശരിയായ ബോധവൽക്കരണം ഇല്ലാത്തത് തന്നെയാണ്. വിദ്യാസമ്പന്നരാണ് അവർ, അവരുടെ സ്വപ്നങ്ങൾക്ക് പിന്നാലെ പാഞ്ഞതാണ്. 98% മാർക്കൊക്കെ മേടിച്ച് +2 പാസ്സായി, എൻട്രൻസ് ഫസ്റ്റ് അറ്റംപ്റ്റിൽ തന്നെ പാസ്സായ കുട്ടികൾ ഒക്കെയാണ് ഈ ദുരന്തത്തിൽപ്പെട്ടിരിക്കുന്നത്. അപ്പോൾ വിദ്യാഭ്യാസമുണ്ട്, അവർക്ക് കാഴ്ചപ്പാടുകളുണ്ട്, പക്ഷേ അവരുടെ ജീവന് വില കൽപ്പിക്കാൻ അവർക്ക് കഴിയുന്നില്ല. നമ്മുടെ പാഠ്യപദ്ധതിയിലോ ഒന്നും അത് അവർക്ക് കിട്ടിയില്ല എന്ന് വേണ്ടേ നമ്മൾ ഈ ദുരന്തത്തിന്റെ പശ്ചാത്തലത്തിൽ അതിനെ നോക്കിക്കാണുമ്പോൾ മനസ്സിലാക്കും. താങ്കൾ പറഞ്ഞ വളരെ ശരിയാണ്. വിദ്യാലയങ്ങളിൽ മിനിമം ഹൈസ്കൂൾ ക്ലാസ്സുകളിലെങ്കിലും റോഡ് സുരക്ഷ ഒരു പാഠ്യവിഷയമാക്കണമെന്ന് കഴിഞ്ഞ 25 കൊല്ലമായിട്ട് ഞാൻ സംസ്ഥാന റോഡ് സേഫ്റ്റി കൗൺസിലൊക്കെ മെമ്പറായിരുന്നപ്പോൾ അന്നത്തെ മുഖ്യമന്ത്രിമാരോടും ഗതാഗത മന്ത്രിമാരോടും ഒക്കെ പറഞ്ഞിട്ടുണ്ട്. ഇന്ന് വരെ സംസ്ഥാനത്തിന് ഒരു പൈസ ചെലവില്ലാത്ത ഒരു കാര്യം ചെയ്യാൻ അവർക്ക് താല്പര്യമില്ല. അത് ആദ്യം കുറ്റപ്പെടുത്തൽ തന്നെയാണ്, അങ്ങനെ വെച്ചോ. പിന്നെ ഈ വാഹനത്തിന്റെ ടെക്നിക്കൽ ഇഷ്യൂസ് എന്ന് പറയുന്നത്, നമ്മളൊരു വാഹനം ഈ 11-12 പേരെ കയറ്റി ഓടിക്കാനുള്ള പ്രാപ്തി ഈ ഡ്രൈവർ, അദ്ദേഹം മരിച്ചിട്ടില്ല, അദ്ദേഹം ഹോസ്പിറ്റലൈസ്ഡ് ആണ്, ആ ഡ്രൈവർ കൊണ്ടോ എന്ന് ചെക്ക് ചെയ്യേണ്ടതായിട്ടുണ്ട്. കാര്യം ഒരു മാരുതി 800 അല്ലെങ്കിൽ മെർസിഡസ് ബെൻസിലോ 4-5 പേരെ കയറ്റിക്കൊണ്ടു പോകുന്ന മാതിരി അല്ല, ഒരു ടവേര മാതിരി 10-12 പേരെ കയറ്റിക്കൊണ്ട് ഓടുമ്പോൾ അതിന്റെ സ്റ്റെബിലിറ്റി, അതിന്റെ കൺട്രോള്, പിന്നെ പ്രീ മൺസൂൺ ചെക്ക്, അതായത് നമ്മൾ മഴക്കാലം എത്തുമ്പോൾ ചെയ്യേണ്ട 2-3 പ്രധാനപ്പെട്ട റീപ്ലേസ്മെന്റ് റോഡ് വർത്തി കണ്ടീഷൻ ആക്കാൻ ചെയ്യുന്ന, 1 ടയർ വിയർ, 2 വൈപ്പർ ബ്ലേഡ്സ്, പിന്നെ ലൈറ്റിംഗ് സിസ്റ്റം. ഇതൊക്കെ മിനിമം ആയിട്ട് ചെയ്യേണ്ടിയിരുന്നു ഇതിന്റെ ഉടമസ്ഥൻ. അദ്ദേഹം അത് കേൾക്കുന്നുണ്ടെങ്കിൽ അന്ന് അത് ബോധ്യപ്പെടുത്തി കുട്ടികളോട് നിങ്ങൾ എത്ര പേര് പോന്നു പറഞ്ഞിട്ട് ഇമാതിരി വാഹനം ഓടിച്ചിട്ടുണ്ടോ എന്നും കൂടെ ചോദിക്കണമായിരുന്നു. അല്ലെങ്കിൽ അദ്ദേഹത്തിന് പകരം ഒരു ഡ്രൈവറെ ഈ വാഹനത്തിനോടുകൂടി കടത്തി വിടാമായിരുന്നു. കാര്യം ഒട്ടും പരിചയമില്ലാത്ത കൊച്ചു കുട്ടികൾക്ക് ഇതുമാതിരി 11 പേരെ കെട്ടിക്കൊണ്ട് പോകാനായിട്ട് ടവേറ വാഹനം കൊടുത്ത ഈ അദ്ദേഹത്തിന്റെ ഈ ഡ്രൈവർ ജീവിച്ചിരിക്കുന്ന മെഡിക്കോ സ്റ്റുഡന്റിന്റെ ജന്മത്തെ ഇതുമാതിരി ഒരു വണ്ടി ഓടിച്ച് കാണില്ല. പിന്നെ ആസ് എ ഡ്രൈവർ, ഞാനൊരു റേസിംഗ് ഡ്രൈവറാണ്. നമ്മൾ ഡ്രൈവ് ചെയ്യുമ്പോൾ മിനിമം കുറെ ഹവേഴ്സ് എടുക്കും നമ്മൾ ആ വാഹനം നമ്മളോടൊന്ന് യോജിച്ചു പോകാൻ. അതിന്റെ ബ്രേക്കിംഗ് എഫിഷ്യൻസി, സ്റ്റോപ്പിംഗ് പവർ, പിന്നെ സ്ലൈഡ് ചെയ്യാണെങ്കിൽ കൗണ്ടർ ചെയ്യാനുള്ള മെത്തേഡ്സ്, ഇതെല്ലാം നമ്മൾ മനസ്സിലാക്കാനായിട്ട് പെട്ടെന്ന് സാധിക്കില്ല. ഇതിപ്പോ ഇവർ 2 മാസത്തെ പഠനത്തിന് ശേഷം പരീക്ഷ എഴുതി ഫുൾ ലിബർട്ടി കിട്ടിയിട്ട് തിയേറ്ററിലേക്ക് പായുമായിരുന്നു. അപ്പോ ആ കുഞ്ഞു മനസ്സുകളിൽ എങ്ങനെങ്കിലും സിനിമ കാണണം എന്നുള്ള ഒരു അമിതാവേശം കൊണ്ട് റോഡിലെ എന്താ പറയുന്ന പ്രശ്നങ്ങൾ അവര് ശരിക്കും മനസ്സിലാക്കാതെ, റോഡ് ടെറൈൻ മനസ്സിലാക്കാതെ, കാര്യം നമ്മുടെ മുൻ ആർ ടി ഒ പറഞ്ഞ പോലെ തന്നെ റോഡിന്റെ ഉപരിതലത്തില് ഈ വാഹനവും ടാർ സർഫസുമായിട്ട് കോണ്ടാക്ട് ഇല്ല. വാഹനം വെള്ളത്തിന്റെ മുകളിൽ കൂടെയാണ് ഓടുന്നത്. അപ്പൊ ബ്രേക്ക് ചെയ്താൽ കിട്ടില്ല. ഇതൊക്കെ ഈ വാഹന ഉടമ ആ കുട്ടിയെ പറഞ്ഞു മനസ്സിലാക്കേണ്ടതായിരുന്നു. ഏറ്റവും ബെസ്റ്റ് മറ്റൊരു ഡ്രൈവറെ ഏൽപ്പിച്ച് ഈ വാഹനം കൊടുക്കേണ്ടതായിരുന്നു. ഈ 5 പേരുടെ ജീവനും നമുക്ക് രക്ഷിക്കാൻ പറ്റുമായിരുന്നു. പിന്നത്തെ പ്രശ്നം, ആസ് എ ഡ്രൈവർ കിലോമീറ്ററുകളോളം രാത്രിയും പോലും ഓടിക്കുന്ന ഞാൻ മനസ്സിലാക്കിയത്, ഈ ഹെഡ്ലൈറ്റിന്റെ ഗ്ലെയർ, എതിരെ വന്ന KSRTC ബസിന്റെ കണ്ണ് അഞ്ചിപ്പിക്കുന്ന ഈ കുട്ടികൾ പാനിക് ആയിട്ടുണ്ട്. കൂടാതെ ഇതിന്റെ വിൻഷീൽഡില്, ഫ്രണ്ട് വിൻഷീൽഡില് അകത്ത് മിസ്റ്റ് ഫോം ചെയ്യാനുള്ള സാധ്യതയുണ്ട്. വൈപ്പർ ബ്ലേഡും ശരിയല്ല. അപ്പൊ വിസിബിലിറ്റി ഓൾമോസ്റ്റ് നില്ലായിട്ട് മാറി. പെട്ടെന്ന് ഹെഡ്ലൈറ്റ് KSRTC കണ്ടപ്പോ പാനിക് ആയി കാണും, ബ്രേക്ക് ഔട്ടി കാണും. അപ്പൊ വണ്ടി സ്ലൈഡ് ചെയ്ത്, പിന്നെ ഇതിന്റെ ബ്രേക്കിംഗ് എഫിഷ്യൻസി കൂടാതെ വണ്ടിയുടെ സ്റ്റെബിലിറ്റി കൺട്രോൾ ചെയ്യുന്നതാണ് സസ്പെൻഷൻ. അപ്പൊ ഏതെങ്കിലും രീതിയിൽ ഇതിന്റെ ഷോക്ക് അബ്സർവർ ഒരു സൈഡിൽ വീക്ക് ആണെങ്കിൽ ആ സൈഡ് വലിച്ചുകൊണ്ട് പോകും. ഇങ്ങനൊക്കെ പല പല കാരണങ്ങൾ കൊണ്ടാണ് ഈ അപകടം ഉണ്ടായത്. പിന്നെ റോഡിലെ മര്യാദ എന്ന് പറഞ്ഞ് ഇടദോഷം ചേർന്ന് പോകുന്നതാണ്.
ഒരു വാഹനം പോലും, ഹെവി വാഹനങ്ങൾ ഒന്നുപോലും കേരളത്തിൽ ഇടതുവശം ചേർന്ന് പോകില്ല എന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഇതൊക്കെ കൂടി വരുമ്പോഴാണ് ഈ 5 പേരുടെ ഡെത്ത് ഉണ്ടായത്. ഇത് തടയാൻ പറ്റുമായിരുന്നു ഈ വാഹനത്തിന്റെ ഉടമ മാത്രം വിചാരിച്ചിരുന്നെങ്കിൽ. ഇത്ര പരിചയക്കുറവുള്ള കുട്ടികൾക്ക് ഈ വാഹനം ഓടിക്കാൻ കൊടുക്കരുതായിരുന്നു. തീർച്ചയായും.